महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെ കുറച്ചുനാൾ ആ പ്രദേശത്ത് വസിച്ചുകൊണ്ടിരിക്കെ യുധിഷ്ഠിരൻ എല്ലാവരോടുമായി പറഞ്ഞു, നമ്മൾ ഒരുപാട് തീർത്ഥസ്നാനങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇനി നമുക്ക് കുബേരന്റെ ആവാസ സ്ഥാനത്തേക്ക് പോകാം. എന്നിട്ട് ഭീമനോട് പറയുന്നു, ഭീമ, കുബേരന്റെ ആ സ്ഥലത്തേക്ക് പോകേണ്ട അമാർഗത്തെ നീ ഒന്ന് ചിന്തിച്ച് കാണുക. ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞ സമയത്ത് ഒരു അശരീരി വാക്ക് കേൾക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദുർഗമമാണ്, കുബേരന്റെ ആശ്രമത്തിലേക്ക് ഈ വഴിക്ക് പോകുവാൻ പറ്റുകയില്ല, ഈ വന്ന വഴിക്ക് തന്നെ നിങ്ങൾ മടക്കിക്കൊള്ളുവിൻ. ആദ്യം നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണോ വന്നത് അതേ ബദരിയാശ്രമത്തിൽ പോവുക. അവിടെ നരനാരായണ ആലയത്തിൽ നിന്ന് പിന്നെ സിദ്ധചാരണ സേവിതവും പുഷ്പഫലാവൃതവുമായ, പുഷ്പഫലങ്ങൾ നിറഞ്ഞതുമായ വൃഷപർവാവിന്റെ ആശ്രമത്തിലേക്ക് പോവുക. അതും കടന്നു പോയാൽ ആർഷ്ഠിഷേണാശ്രമത്തിൽ ചെന്നെത്തും. അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ കുബേരന്റെ രാജധാനി കാണാം. ഇങ്ങനെ ഒരു ദിവ്യമായ വാക്യം പുറപ്പെട്ടത് എല്ലാവരും അത്ഭുതത്തോടെ കേട്ടു. അപ്പോൾ ധൗമ്യനെയും ഇത് അത്ഭുതപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് അവഗണിക്കുവാൻ വയ്യ, നമുക്ക് ഈ അശരീരി വാണി കേട്ടതുപോലെ തന്നെ യാത്രയാകാം. അങ്ങനെ ധൗമ്യൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും വീണ്ടും നരനാരായണ ആശ്രമത്തിൽ തിരിച്ചു വന്നു. അവിടെ കുറച്ചുനാൾ എല്ലാവരും സുഖമായിട്ട് പാർത്തു. ഇങ്ങനെ പാർത്ഥൻ തങ്ങളെ കാണാൻ ആ പ്രദേശത്ത് വരും എന്ന് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു വിഷമ സംഭവമുണ്ടായി. രക്ഷസുകളും അതുപോലെ ഘടോത്കജനുമൊക്കെ ആ സ്ഥലം വിട്ട് കുറച്ചങ്ങോട്ട് എങ്ങോ മാറിയ സമയത്ത്, മാത്രമല്ല ഭീമസേനനും അടുത്തില്ലാത്ത തക്കം നോക്കി ഈ യുധിഷ്ഠിരനെയും നകുല സഹദേവന്മാരെയും പാഞ്ചാലിയെയും ഒരു അസുരൻ അപഹരിച്ചു. അപ്പോൾ ഈ അസുരൻ കുറെ നാളായിട്ട് ഇവരുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ വേഷം മാറി ഒരു ബ്രാഹ്മണനെ പോലെയാണ് ഈ അസുരൻ ഇവരുടെ കൂടെ ജീവിച്ചത്. പക്ഷെ ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ബ്രാഹ്മണനാണ്, മന്ത്രകുശലനാണ് എന്നൊക്കെ പറഞ്ഞ് പാണ്ഡവന്മാരെ സേവിക്കുകയായിരുന്നു അവൻ അത്രയും നാൾ. വേഷം മാറി പാർത്തിരുന്ന അവൻ ജടാസുരൻ എന്നൊരു അസുരനായിരുന്നു. അപ്പോൾ പാർത്ഥന്മാരുടെ ഈ അസ്ത്രപ്രയോഗങ്ങളിൽ കണ്ണുവെച്ചും ഒപ്പം ദ്രൗപദിയിൽ ആകൃഷ്ടനായിട്ട് അവളെ തട്ടിക്കൊണ്ടുപോവുക എന്നതായിരുന്നു അവന്റെ പ്രധാന ഉദ്ദേശം. ഇങ്ങനെയൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി പാണ്ഡവന്മാരുടെ കൂടെ തന്നെ താമസിക്കുകയായിരുന്നു. അതേസമയം ധർമ്മപുത്രർക്ക് അവനെ മനസ്സിലായില്ല. അങ്ങനെ ധർമ്മപുത്രർ ഒരു ബ്രാഹ്മണനാണല്ലോ എന്ന് വിചാരിച്ച് സംരക്ഷിച്ചു പോന്നു. അങ്ങനെ ഒരു തക്കം കിട്ടിയപ്പോൾ, നായാട്ടിനായി ഭീമൻ പോയ തക്കം നോക്കി ഘടോത്കജൻ കൂട്ടുകാരോടുകൂടി എങ്ങോ പോയ സമയം നോക്കി, അതുപോലെ തന്നെ ലോമശൻ മുതലായ മഹർഷിമാരൊക്കെ കുളിക്കുവാനും പുഷ്പങ്ങൾ കൊണ്ടുവരാനും പോയ നേരം നോക്കി ഈ ഒരു സമയത്താണ് വലിയതും ഭയങ്കരവും വികൃതവുമായ മറ്റൊരു രൂപം മാറിയെടുത്ത് ശസ്ത്രങ്ങളൊക്കെ കയ്യിലാക്കി ദ്രൗപദിയെയും 3 പാണ്ഡവന്മാരെയും എടുത്ത് ആ ജടാസുരൻ നടന്നുപോയത്. സഹദേവൻ പണിപ്പെട്ട് കുതറി അവന്റെ പിടിയിൽ നിന്ന് വിട്ട് ചാടി, ശത്രുവിന്റെ പിടിവിട്ട് അവൻ വാൾ ഉറയിൽ നിന്നൂരി ഭീമൻ പോയ മാർഗം നോക്കി ഭീമന് ഉറക്ക വിളിച്ചു. അതേസമയം ജടാസുരനോട് യുധിഷ്ഠിരൻ ധർമ്മോപദേശം ചെയ്യുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, എടോ മൂഢ, നീ ധർമ്മത്തെ കെടുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നീ എന്താണ് തത്വം നോക്കാത്തത്? പക്ഷികളും പക്ഷിമൃഗാദികളും മനുഷ്യരും വിശേഷിച്ച് രാക്ഷസന്മാരും ധർമ്മം നോക്കി നടക്കണം.
രാക്ഷസന്മാരുടെ ജീവിതത്തിന് മുഖ്യമായും ധർമ്മമാണ് ആധാരം. ഇങ്ങനെയൊക്കെ കുറെ ഉപദേശങ്ങളാണ് യുധിഷ്ഠിരൻ കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം പറയുകയാണ്, നീ അഥവാ സർവധർമ്മങ്ങളും വർജിച്ചു, നിനക്കതിലൊന്നും താല്പര്യമില്ല എങ്കിൽ, അങ്ങനെ ഒരു ദുർബുദ്ധിയാണെങ്കിൽ തന്നെയും ആയുധം തന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ നിനക്ക് ദ്രൗപദിയെ കൊണ്ടുപോകാം. നീ അറിവില്ലായ്മ കൊണ്ട് അതും ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് അധർമ്മവും അപകീർത്തിയും മാത്രമേ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഈ മാനുഷിയെ പിടികൂടിയത് അകാല മരണത്തിനു വേണ്ടിയാണ്. ദ്രൗപദിയെ നീ പിടികൂടിയത് നിന്റെ തന്നെ കാലൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ്. വിഷം കലക്കി കുടത്തിലാക്കി തന്നെത്താൻ കുടിക്കും പോലെയാണ് നിന്റെ ഈ പ്രവൃത്തി. സമയം ഈ ജടാസുരൻ ധർമ്മോപദേശം കേട്ടതിന് ശേഷം യുധിഷ്ഠിരന് വല്ലാത്തൊരു ഭാരം കൂടിയതായിട്ട് ഈ ജടാസുരന് തോന്നുകയാണ്. എടുത്തു നടക്കുവാൻ വല്ലാത്ത കനം. അതുകൊണ്ട് അവന് വേഗത്തിൽ പായുവാൻ കഴിയാത്ത വിധം ഞെരുങ്ങി. അവന്റെ ഗതി മന്ദഗതിയായി. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ പാഞ്ചാലിയോടും നകുലനോടും പറഞ്ഞു, ഈ മൂഢരാക്ഷസനെ നിങ്ങൾ ഭയപ്പെടേണ്ട. അവന്റെ ഗതി ഞാൻ മന്ദിപ്പിച്ചു കളഞ്ഞു. അവന്റെ യാത്രയെ ഞാൻ മുടക്കിയിരിക്കുന്നു. ഭീമൻ വളരെ ദൂരത്തല്ല. ഒരു മുഹൂർത്തത്തിനുള്ളിൽ ഈ ദുഷ്ടരാക്ഷസന്റെ കഥ കഴിയും. ഇങ്ങനെ ബുദ്ധിമങ്ങിയ രാക്ഷസനെ കണ്ട് സഹദേവനും യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, ശത്രുവിനോട് എതിർക്കേണ്ട കാലമായി. ഒന്നുകിൽ ശത്രുവിനെ കൊല്ലണം, അല്ലെങ്കിൽ ശത്രുവിന്റെ കൈകൊണ്ട് ചാകണം. ഇതാണ് ക്ഷത്രിയന്റെ ധർമ്മം. ഈ രാക്ഷസനെ നാം കൊന്നുകളയണം. അതിനു പറ്റിയ സമയം ഇതാണ്. അതിന് പറ്റിയ സ്ഥലവും കാലവും ഒത്തിരിക്കുന്നു. ഇവനുമായി ഒരു പോരാട്ടം കൂടിയേ തീരൂ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇവനെ അവസാനിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ക്ഷത്രിയനല്ല എന്ന് ശപഥം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സഹദേവൻ അവനോട് പറയുകയാണ്, എന്നെ കൊന്നതിന് ശേഷമല്ലാതെ നിനക്ക് കൃഷ്ണയെ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതേസമയം നോക്കിക്കൊള്ളൂ, ചാകുവാൻ പോകുന്നത് ഞാനല്ല, നീയാണ്. ഇപ്രകാരം സഹദേവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഭീമസേനൻ എവിടെ നിന്നോ എന്നതുപോലെ അവിടെ ഗദയുമായി എത്തി. സോദരന്മാരെയും ദ്രൗപദിയെയും എടുത്തു നിൽക്കുന്നതും സഹദേവൻ താഴെ നിന്ന് അധിക്ഷേപിക്കുന്നതും മാർഗം തെറ്റി രാക്ഷസൻ ഉഴലുന്നതും ഭീമൻ കണ്ടു. അങ്ങനെ ഭീമൻ ക്രോധാന്തനായിട്ട് അവനോട് പറഞ്ഞു, എടാ, നീ ബ്രാഹ്മണന്റെ വേഷത്തിൽ കൂടെ കൂടിയപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. പണ്ടേ നിന്റെ ചില കളികളും നിന്റെ ആ രീതികളും കണ്ടിട്ട്, അതായത് എന്തുകൊണ്ടാണെന്ന് പറയുന്നു, നീ ഞങ്ങളുടെ ശസ്ത്രങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്ത് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് കണ്ട് എനിക്ക് അന്നേ ഒരു സംശയം തോന്നിയിരുന്നു. പക്ഷേ അന്ന് നിന്നെ ഞാൻ വകവെക്കാഞ്ഞത് കൊണ്ട് കൊല്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ നീ ബ്രാഹ്മണ വേഷത്തിൽ ജീവിക്കുന്നവനും എന്നോട് അപ്രിയം പറയാത്തവനും പ്രിയം നോക്കി നിൽക്കുന്നവനും ആകയാലാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത്. വെറുതെ ആരെയും കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ പിഴയൊന്നും ചെയ്യാതിരിക്കെ, ഞങ്ങൾക്കൊരു അപ്രിയവും പ്രവർത്തിക്കാതിരിക്കെ, ഒരു യാത്രികനും ബ്രാഹ്മണന്റെ വേഷത്തിൽ നിൽക്കുന്നവനുമായ ഒരുത്തനെ എങ്ങനെ കൊല്ലും എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ്. നീ രാക്ഷസനാണെന്ന് എനിക്കൊരു സംശയം അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ വെറുതെ ഒരാളെ കൊല്ലാൻ പാടില്ല എന്നത് ആ ഒരു ധർമ്മമോർത്ത് ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ്. എന്തായാലും നീയായിട്ട് ഇപ്പോൾ അതിനൊരു അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഹിഡിംബനും ഭഗനും എത്തിയ സ്ഥലത്തേക്ക് ഞാൻ നിന്നെയും പറഞ്ഞയച്ചു കൊള്ളാം. ഇങ്ങനെ വളരെ നേരത്തെ ഒരു യുദ്ധം രണ്ടുപേരും തമ്മിൽ നടന്നു. ആ സ്ഥലത്തുള്ള സകല വൃക്ഷങ്ങളും വീഴ്ത്തി, പാറകൾ എടുത്തു പൊക്കി, മലകൾ തമ്മിൽ കാർമേഘ പടലങ്ങൾ കൊണ്ടെന്ന വിധം യുദ്ധം ഉഗ്രമായി ഒരു മുഹൂർത്തം നടന്നു. അവസാനം രാക്ഷസനെ ഭീമൻ പൊക്കിയെടുത്ത് ഊക്കോടെ നിലത്ത് ഒരു കുത്തുകുത്തി മലർത്തിയിട്ട് ചവിട്ടി അരച്ചു. അതിനുശേഷം അവന്റെ ശരീരം അടിച്ചു പൊടിയാക്കി. അരിശം എന്നിട്ടും അടങ്ങാതെ ഭീമൻ അവന്റെ ശിരസ് ഗദ കൊണ്ട് അടിച്ച് തെറിപ്പിച്ച്, ചുണ്ട് കടിച്ച്, രുധിരമണിഞ്ഞ്, കണ്ണു തുറിച്ച് ആ ശിരസ് പനന്തേങ്ങ വീഴും പോലെ വീണു എന്നാണ്. എന്നിട്ടും ദേഷ്യം തീർന്നില്ല. അതിനെ ഭീമൻ ചവിട്ടി തകർത്തു. കാരണം പാഞ്ചാലിയെ തൊട്ടത് ഭീമന് തീരെ സഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭീമൻ ഇത്ര ദേഷ്യത്തോടെ, അവനെ കൊന്നിട്ടും മതിയാകാതെ
ഇത്രത്തോളം ഒരു വൈരാഗ്യം അവനിൽ തീർത്തത്. ജടാസുരനെ വധിച്ച ശേഷം അവർ വീണ്ടും നരനാരായണ ആശ്രമത്തിൽ ചെന്ന് ചേർന്നു. അങ്ങനെ ഇരിക്കെ രാജാവായ യുധിഷ്ഠിരൻ അനുജനായ അർജുനനെ സ്മരിച്ച് ചിന്തയിലാണ്ടു. എല്ലാവരെയും അടുത്ത് വിളിച്ച് യുധിഷ്ഠിരൻ വളരെ സങ്കടത്തോടുകൂടെ പറയുകയാണ്, നാം 4 കൊല്ലമായി ഇങ്ങനെ കാട്ടിൽ ചുറ്റിത്തിരിയുന്നു. അതായത് അർജുനൻ പോയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 4 കൊല്ലമായി കഴിഞ്ഞു. 5ാമത്തെ കൊല്ലം തീർച്ചയായും ഉദ്ദേശിച്ച കാര്യം നേടിയിട്ട് തിരിച്ചു വരാമെന്നാണ് അന്ന് അർജുനൻ പറഞ്ഞത്. 5ാമത്തെ കൊല്ലം ശ്വേതപർവ്വതത്തിൽ, കൈലാസ പർവ്വതത്തിൽ വരുമെന്നാണ് അവൻ ഏറ്റിരുന്നത്. എന്തായാലും നമുക്ക് ആ മനോഹരവും വിചിത്രവുമായ കൈലാസത്തിൽ ചെന്ന് അർജുനന്റെ വരവ് നോക്കി നമുക്ക് അങ്ങനെ കഴിയാം. എല്ലാ അസ്ത്രങ്ങളും നേടി സിദ്ധാർത്ഥനായി ശത്രുഹരനായ ആ ഗാണ്ഡീവപാണി ദേവലോകത്ത് നിന്ന് മടങ്ങി വരുന്നത് കാണുവാൻ നമുക്ക് കൈലാസത്തിലേക്ക് പോകാം. ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ വൃഷപർവൻ എന്ന രാജർഷിയുടെ അടുത്തെത്തി. വൃഷപർവാവിന്റെ സത്കാരമേറ്റ് 7 ദിവസം അവിടെ വസിച്ചു. 8ാം ദിവസം വൃഷപർവാവിനോട് നന്ദി പറഞ്ഞ് അവർ വീണ്ടും തുടർ യാത്രയ്ക്കൊരുങ്ങി. യജ്ഞപാത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ മുതലായവ രാജർഷിയെ ഏൽപ്പിക്കുകയും കുറെ ബ്രാഹ്മണന്മാരെ യഥായോഗ്യം സത്കരിക്കുവാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അവരെ ആശ്രമത്തിലാക്കി യുധിഷ്ഠിരനും കൂട്ടുകാരും വടക്കോട്ട് മല കയറി. വൃഷപർവാവ് അല്പദൂരം അവരെ അനുഗമിച്ച ശേഷം തിരിച്ച് തന്റെ സ്ഥാനത്തേക്ക് മടങ്ങി. അങ്ങനെ ആ രാജർഷി കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ യുധിഷ്ഠിരൻ നടന്നു. ഇങ്ങനെ നടന്ന് യുധിഷ്ഠിരനും കൂട്ടരും ആർഷ്ടിഷേണ രാജർഷിയുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ ആർഷ്ടിഷേണൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, ഈ പർവ്വതത്തിൽ മനുഷ്യർക്ക് അങ്ങനെ അങ്ങ് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ഇങ്ങോട്ടേക്ക് വന്നത്, ആ വൈശ്രവണൻ അപ്സര സ്ത്രീകളോടുകൂടി ചില സമയത്ത് ഈ പർവ്വതത്തിൽ വരാറുണ്ട്. ഇവിടെ നിങ്ങൾ മുനികൾ അനുഭവിക്കാറുള്ള രസമായ ഫലങ്ങൾ ഭുജിച്ച് അർജുനൻ വരുന്നത് വരെ വസിച്ചുകൊള്ളുക. എന്നാൽ ഇവിടെ ഒന്നുകൊണ്ടും ചാബല്യം പറ്റിപ്പോകരുത്. അത്ര ശ്രദ്ധയോടുകൂടെ വേണം ഇവിടെ ജീവിക്കാൻ. ശ്രദ്ധ പിഴയ്ക്കാതെ കഴിയാമെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ യഥേഷ്ടം വിഹരിക്കാം. യുധിഷ്ഠിര, യഥാകാലം നീ ശസ്ത്രത്താൽ വിജയം നേടി ഭൂമി മുഴുവൻ പാലിക്കും എന്നത് തീർച്ചയാണ്. മഹാഭാരതം മഹാഭാരതം